ഹായ്, നമ്മളിന്ന് ഇവിടെ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് എന്തിനാണെന്നറിയോ? സാമ്പാർ വയ്ക്കാൻ വേണ്ടി. ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിക്ക് സാമ്പാറും കൂട്ടി കഴിക്കാമെന്ന്. ചായ അടിക്കണമല്ല കേട്ടോ, വെള്ളം ഇച്ചിരി പൊക്കി ഒഴിച്ച് പോയതാണ്. ഇത്തിരി സാമ്പാർ വയ്ക്കാനായിട്ട് വലിയകാട് കുക്കർ എടുത്ത് എന്തിനാണെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. എൻ്റെ ചെറിയ കുക്കർ പണിമുടക്കിലായി ഗൈസ്. പിന്നെ പച്ചക്കറിയൊക്കെ പരിപ്പ് വന്ന സമയത്ത് നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 വെളുത്തുള്ളി ഞാൻ ചതച്ചിടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇടുന്നുണ്ടോ? വെളുത്തുള്ളി ഇടുമോയെന്നറിയില്ല. പരിപ്പൊന്നും പറ്റില്ലാത്തവർക്ക്, വയറിന് പറ്റില്ലാത്തവർക്ക് 2 വെളുത്തുള്ളി ചതച്ചിടുന്നത് നല്ലതാണ്. ഞാൻ ഹായ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മുത്തും അതുപോലെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പരിപ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുത്തു. കുറച്ച് കായപ്പൊടി ഇട്ടു കേട്ടോ. കായപ്പൊടി നേരത്തെ ഇട്ടാലാണ് സാമ്പാറിനൊരു മണമൊക്കെ ഉണ്ടാവുള്ളൂ, കഷ്ണത്തിലൊക്കെ അത് പിടിക്കുകയുള്ളൂ. അപ്പോൾ പച്ചക്കറി വേവട്ടെ. ആ സമയത്ത് നമുക്ക് പൊടി എടുക്കാം. സാമ്പാർ പൊടി എടുത്തു. കവറിനകത്ത് ചാടാൻ എന്താ ഇത്ര മടി? പിശുക്കനാന്ന് തോന്നുന്നു. കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഒരു പഞ്ചിന് ഓരോന്നും ഇത്തിരിച്ച് ഇട്ടേക്കാം, സാമ്പാർ പൊടി ഇട്ടാലും. കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ അതിനകത്ത് 2 പച്ചമുളക് കീറിയിട്ടുണ്ട്. സാമ്പാറിന് ഒരുപാട് എരിവുള്ളത് ഇഷ്ടമല്ല. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും കൂടി ഇട്ടാട്ടോ വേവിച്ച്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ പാക്കറ്റിൽ വരുന്ന മസാലയൊക്കെ ഇങ്ങനെ കണ്ടെയ്നർ ബോക്സിലാക്കി കേട്ടോ വയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഓരോന്ന് മസാലകൾ വേറിട്ട് വെച്ചാൽ അവർക്കൊരു വിഷമം ഉണ്ടാവുണ്ടല്ലോ, തനിച്ചിരുന്നു എന്ന്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 2 വിസിലടിച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗ കത്തിച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പും വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് കേട്ടോ പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. പൊടികളെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ചട്ടിയിലൊന്ന് കത്ത് പിടിക്കാതെ നോക്കണം. ഞാൻ ആദ്യം വെള്ളം ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി തീ കൂട്ടി വെച്ചത്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊടിയായതുകൊണ്ട് ഇങ്ങനെ കത്ത് പിടിച്ചിട്ടുള്ള ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒന്ന് ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണ് കേട്ടോ. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഒന്ന് ചൂടായി നമുക്ക് ഈ വേവിച്ച് വെച്ച കഷ്ണത്തിനകത്തേക്ക് ചേർക്കാം. ഇവിടെ ഞാൻ സാമ്പാർ വെച്ച് 2 ദിവസമെങ്കിലും കഴിക്കും കേട്ടോ. കാരണം ഉള്ള കഷ്ണങ്ങളെല്ലാം ഇടുകയും ചെയ്യും. പിന്നെ സാമ്പാർ ആളങ്കം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം അതിനകത്തേക്ക് ചേർത്തു കേട്ടോ. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുന്ന സമയത്ത് ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വഴറ്റിയിടാമെന്ന് വെച്ചു. വെണ്ടയ്ക്ക ആദ്യം ഇട്ടു, തക്കാളി ഇട്ടു കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തക്കാളി ഇട്ടു. സ്റ്റൗ കത്തിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് പൂജിച്ചെടുക്കണമല്ലോ. കണ്ടോ, എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണ്. ചെറുതായിട്ടൊരു പൂജ പരിപാടിയും കൂടെ നടത്തിയേക്കാം. കുറച്ച് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്ന കാണുമ്പോൾ ഓർക്കും കുപ്പി നിറച്ച് വെളിച്ചെണ്ണയുണ്ട്, നിങ്ങൾ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇല്ല, ഞാൻ ഏറ്റവും കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കടുകിട്ടു. കടുവും ഉലുവയും പൊട്ടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കടുകിട്ടതിന് ശേഷം ഉലുവ ഇടുകയാണ് കേട്ടോ. ഉലുവ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിന് ഉലുവ പൊട്ടിച്ചാൽ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉലുവ ഇട്ടു. 2 വറ്റൽമുളക്, കറിവേപ്പില ഇട്ടൊന്ന് പൂജ തയ്യാറാക്കിയേക്കാം. ഈ പൂജയും കൂടെ കഴിഞ്ഞാലാണ് സാമ്പാറിനൊരു ഗെറ്റപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതൊന്ന് ചൂടായി ഇത്രയൊക്കെ ആയിട്ടോ. ഇനി നമുക്കിത് ഞാൻ സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു. അത് കാണിച്ചില്ല കേട്ടോ. ഞാൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്.